നമസ്കാരം. മൂവാറ്റുപുഴ നഗരസഭ തെരഞ്ഞെടുപ്പ് അവലോകന പരിപാടിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഇത് 15-ാം വാർഡ് ഈസ്റ്റ് ഹൈസ്കൂൾ. LDFിലെ ബിജു പുത്തൻപുരയും UDFിലെ S മജീദും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ് 15-ാം വാർഡിൽ നടക്കുന്നത്. കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പ്രമീള ഗിരീഷ് കുമാർ വിജയിക്കുകയും ഒരു കൊല്ലം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFിലെ മേരിക്കുട്ടി ചാക്കോ വിജയിച്ചതുമായ വാർഡാണിത്. ആകെ ഏകദേശം 894 വോട്ടർമാരുള്ളതിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം ഈ വാർഡിൽ കൂടുതലാണ്. നഗരസഭയുടെ ആദ്യ കൗൺസിലിൽ 15-ാം വാർഡിനെ പ്രതിനിധീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ P പുരുഷോത്തമൻ പിള്ളയുടെ മകൻ ബിജു പുത്തൻപുര അതേ 15-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി 66 വർഷങ്ങൾക്കിപ്പുറം മത്സരിക്കുന്നു എന്നൊരു കൗതുകവും ഈ വാർഡിനുണ്ട്. സ്ഥാനാർത്ഥികൾ പ്രതികരിക്കുന്നു. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവലറി. ഈ വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ മുനിസിപ്പൽ റോഡുകൾ ടാർ ചെയ്യണം. കഴിഞ്ഞ UDF കൗൺസിൽ ഭരിക്കുമ്പോൾ 6,75,00,000 രൂപ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ റോഡുകൾ ടാർ ചെയ്യാൻ അനുവദിച്ചാണ് ഫണ്ട് വന്നതുമാണ്. പക്ഷേ അവരത് യൂസ് ചെയ്തില്ല. അതുകൊണ്ട് ഈ റോഡുകൾ കണ്ടു കഴിഞ്ഞാൽ അറിയുകയും ചെയ്യാം. പിന്നെ ഒന്ന് അറക്കേക്കവല മുതൽ വള്ളക്കടവ് വരെയുള്ള റോഡ് 15 വർഷമായി ടാർ ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി പറയും PWD ആണ്, PWD പറയും മുനിസിപ്പാലിറ്റിയുടെ. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിൽ ഒരു സൈഡ് 13-ാം വാർഡായിരുന്നു, മറ്റേ സൈഡ് 12-ാം വാർഡും ആയിരുന്നപ്പോൾ രണ്ട് കൗൺസിലർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചുകൊണ്ടിരിക്കും. അത് മറ്റേ കൗൺസിലറുടെ ജോലിയാണ്, ഇത് ഇങ്ങനെ കൗൺസിലർ അങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരുന്നു. പഴഞ്ഞപാട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വഴികളൊക്കെ കുറവില്ല. പിന്നെ റോഡ് കണ്ടാലും മോശമായി കിടക്കുകയാണ്. ഇത്ര നാളായിട്ടും ഇടതും വലുതൊന്നും ചെയ്തിട്ടില്ല. റോഡ് മോശം, പുല്ല് വെട്ടൽ മാത്രമേ ഉള്ളൂ. അതൊക്കെയായിട്ടാണ് ഇതൊക്കെ നടന്നു പോണത്. പിന്നെ റോഡ് ഒത്തിരി നാളായി ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണമെന്ന് നാളെ ശരിയാക്കാമെന്ന് പറയാനില്ലായിരുന്നൊന്നും നടക്കണില്ല. ഈ വാർഡിൽ ഇപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ വള്ളക്കടവ് റോഡാണ്. നമ്മുടെ കിഴക്കേക്കരയിൽ നിന്നും കടവിലേക്ക് പോകുന്ന ആ റോഡ് വളരെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ആ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കാനുള്ള ഒരു അടിയന്തരമായിട്ടുള്ള ശ്രമത്തിലേക്ക് ഞാൻ കടക്കുന്നതായിരിക്കും. അതായത് ഒന്ന് ഈ പുത്തമ്പരക്കടവ് റോഡും കടവ് ശരിയാക്കേണ്ട വർഷങ്ങൾ 5 വർഷത്തിന് മുകളിൽ അതിനകത്ത് മെയിൻ്റെനൻസ് നടന്നിട്ട്. പിന്നെ അതേ വള്ളക്കടവിൻ്റെ ഒരു വള്ളമുണ്ട് മുനിസിപ്പാലിറ്റിയുടെ, അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ കാടും പിടിച്ച് എല്ലാം പിടിച്ച് ക്ഷുദ്രജീവികൾ വരെ അവിടെയുണ്ട്. പെരുമ്പാമ്പ് മുതൽ എല്ലാ സംഗതികളും അവിടെയുണ്ട്. അവിടുത്തെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്നതും ആളുകൾക്ക് ഭയങ്കര ശല്യമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരം കാണുക എന്നാണ് മെയിൻ ഇത്. പിന്നെ വേറെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഈസ്റ്റ് ഹൈസ്കൂളിലെ ജംഗ്ഷൻ മുതൽ അറക്കൽക്കവര വരെയുള്ള റോഡിന് വീതിയില്ല. 2 ബസ് വന്നാൽ ആകെ ജാമാണ്. കഴിഞ്ഞ ടൗണിലെ ടാറിങ്ങിൻ്റെ ഇടയ്ക്ക് എല്ലാ വണ്ടി ഇതിൽ കൂടെ വിട്ടിരുന്നു. അന്നേരം എല്ലാ ജനങ്ങളും ബുദ്ധിമുട്ടായി, നടന്നു പോകുന്ന ജനങ്ങൾക്ക് വരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. വിജയിച്ച് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതാണ്. റോഡ് വീതി കൂട്ടുക, വെള്ളം കറണ്ട് ഇതൊക്കെ അത്യാവശ്യത്തിന് എല്ലാ സമയത്ത് എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പാർപ്പിടം ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് ഇവിടെ, വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നൊക്കെയാണ്. നമ്മുടെ ത്രിവേണി സംഗമത്തിൽ ഒരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അത് വാഹന ഗതാഗതമായ ഒരു ബ്രിഡ്ജാണ് വരുന്നത്. അത് നമ്മുടെ കിഴക്കേക്കരയും മാർക്കറ്റും അതുപോലെ നമ്മുടെ കാവുമ്പടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആ പാലത്തിനുള്ള പരിശ്രമത്തിൽ ഞാനതിലൊരു മുഖ്യ പങ്കാളിയായിരിക്കും. പിന്നെ നമ്മുടെ കിഴക്കേക്കര ഇപ്പോൾ എൻ്റെ വാർഡിൽ കുറേ അധികം പോക്കറ്റ് റോഡുകളുണ്ട്. അതിനകത്ത് അശോക റോഡ് അതുപോലെ ആശ്രമം ടോപ്പിലേക്ക് കയറുന്ന റോഡും രണ്ടും അത് ആയി കിടക്കുന്നതാണ്. ബാക്കിയുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. അതും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ മുൻകൈയെടുത്ത് ആ റോഡ് സഞ്ചാരയോഗ്യമാക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. മൂവാറ്റുപുഴ ഒരു ജില്ലയായി മാറണം. അതുപോലെയുള്ള വികസനങ്ങളിലൂടെ വരണം. അത് വരണമെങ്കിൽ LDF തന്നെ അധികാരത്തിൽ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കാൻ ഉള്ള സഹായിക്കണം. അത് എല്ലാവരും കൂട്ടിയായിരുന്നാലും ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു ആലോചനയാണ് ജില്ലയാക്കണം എന്നുള്ളത്. നിലവിൽ 2-3 പാലമുണ്ട്. ഇപ്പോൾ ഒരു തൂക്കുപാലം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടൂറിസ്റ്റ് ഒക്കെ ആവും. പിന്നെ ഒരു പാലം വരുന്നുണ്ടെന്നാണ് പറയണത്. അധികം വൈകാതെ തന്നെ മൂവാറ്റുപുഴ ജില്ലയായി വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞാൻ മുൻപന്തിയിലുണ്ടായിരിക്കും.
അതുപോലെ ടൂറിസം മേഖലയാണെങ്കിലും നമ്മുടെ മൂവാറ്റുപുഴയിൽ ഒട്ടനവധി ടൂറിസം മേഖലയ്ക്കുള്ള സാഹചര്യങ്ങളുണ്ട്. മറ്റുള്ള പരിസര പട്ടണങ്ങളെ അപേക്ഷിച്ച് മൂവാറ്റുപുഴയെ ഒരു മികച്ചതായ പട്ടണമാക്കാനുള്ള പരിശ്രമത്തിൽ ഞാൻ മുഖ്യ പങ്കുവഹിക്കുന്നതായിരിക്കും. വാർഡിലെ മുനിസിപ്പൽ റോഡുകളുടെ ശോച്യാവസ്ഥയും അതിന്റെ ടാറിങ്ങുമാണ് 3 സ്ഥാനാർത്ഥികളും അടിയന്തര ശ്രദ്ധ പതിയേണ്ട വിഷയങ്ങളിലൊന്നായി തിരിച്ചറിയുന്നത്. വള്ളക്കടവ് റോഡിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് PWDയും മുനിസിപ്പാലിറ്റിയും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കുമെന്ന് ബിജു പുത്തൻപുര പറയുന്നു. അടുത്ത 5 വർഷങ്ങൾ കൊണ്ട് ഈസ്റ്റ് ഹൈസ്കൂൾ മുതൽ അറയ്ക്കൽ കവല വരെയുള്ള റോഡിന്റെ വീതി കൂട്ടുമെന്നും വള്ളക്കടവ് കൂടുതൽ സൗകര്യപ്രദമാക്കുമെന്നുമാണ് ബിജു പറയുന്നത്. എന്നാൽ ത്രിവേണി സംഗമത്തിൽ കിഴക്കേക്കരയെയും മാർക്കറ്റിനെയും കാവുംപടിയെയും ബന്ധിപ്പിച്ചു വരുന്ന പാലം യാഥാർത്ഥ്യമാക്കുന്നതിനാണ് മജീദിന്റെ മുൻഗണന. 25 വർഷങ്ങൾ കഴിയുമ്പോൾ മൂവാറ്റുപുഴ ജില്ലയായി മാറി എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള നഗരമായി കാണണമെന്ന കാര്യത്തിൽ 3 പേർക്കും ഒരേ മനസ്സാണ്. 15ാം വാർഡിന്റെ ചിത്രമാണിത്. മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളുമായി വീണ്ടും കാണാം. നന്ദി. വോട്ടർമാരറിയാൻ പവേഡ് ബൈ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി.